വരികയാണ്. ഹൈസ്കൂൾ ക്ലാസ്സിൽ നിന്ന് നമ്മൾ ഹയർ സെക്കൻഡറിയിലേക്ക് വരികയാണ്. ഹയർ സെക്കൻഡറിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഏത് പഠിക്കണം, ഏത് പഠിക്കേണ്ട എന്നുള്ള ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് കൊമേഴ്സ് ഗ്രൂപ്പിനെ പറ്റിയുള്ള ചില കാര്യങ്ങളാണ്. അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കൊമേഴ്സ് ഗ്രൂപ്പിലേക്ക് ധാരാളം കുട്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത്. കാരണം ബിസിനസ് സംബന്ധമായ കാര്യങ്ങളും കണക്കുകളൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ആവശ്യമായിട്ട് വരിക. അതുകൊണ്ട് അതിലേക്കാണ് ഇപ്പോൾ കുട്ടികളുടെ ഒരു പ്രധാനപ്പെട്ട ആകർഷണം. അപ്പോൾ ആരെങ്കിലും ചോദിക്കാൻ എന്തുകൊണ്ട് ഈ പറഞ്ഞ കൊമേഴ്സ് ഗ്രൂപ്പ് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ധൈര്യമായിട്ട് പറയും, നമുക്കൊരു അംബീഷനുണ്ട്. നമ്മുടെ അംബീഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ഒരു അധ്യാപകനാവണമെന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണം, അല്ലെങ്കിൽ ഒരു ICW ഹോൾഡർ ആവണം, അല്ലെങ്കിൽ ഒരു കമ്പനി സെക്രട്ടറി ആവണം, അല്ലെങ്കിൽ ഒരു MBA സ്റ്റുഡൻ്റ് ആവണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയ വിശാലമായ ലോകത്തേക്ക് നമുക്ക് കടക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തുടക്കം മുതൽ തന്നെ കൊമേഴ്സ് പഠിച്ചെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടികൾ ഇന്ന് ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി മുന്നിൽ കണ്ടുകൊണ്ട് എന്ത് ചെയ്യുന്നത്, കൊമേഴ്സ് ഗ്രൂപ്പിലേക്ക് വരുന്നത്. ഈ കൊമേഴ്സ് ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നതാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന സബ്ജക്റ്റ്. അവിടുത്തെ കണക്കെഴുത്ത് ശാസ്ത്രം, അത് നമ്മളെ തുടക്കം പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇനി ഭാവിയിൽ ഏതിന് പോയാൽ, ഞാൻ ഈ പറഞ്ഞ CAക്കോ ICWക്കോ CS-നോ അല്ലെങ്കിൽ MBAക്കോ ഏതിനായിക്കോട്ടെ, അവിടെയൊക്കെ നമുക്കത് ആവശ്യമായിട്ട് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ പോവുക. പിന്നെ നമ്മൾ വീണ്ടും അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ അക്കൗണ്ടൻസി നമ്മൾ പഠിക്കുമ്പോൾ പലരും വിചാരിക്കും ഇത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. കാരണം നമുക്കറിയാം, സാധാരണഗതിയിൽ ഒരു ആൾ മാത്രം നടത്തുന്ന ഒരു ചെറിയ കച്ചവടം മുതൽ വലിയ വലിയ കോർപ്പറേറ്റ് നടത്തുന്ന വലിയ വലിയ കമ്പനികളുടെ കണക്കുകൾ വരുമ്പോൾ എഴുതുന്നതെല്ലാം ഇതിന്റെ ബേസ് ചെയ്താണ്. അപ്പോൾ ഇതിനകത്ത് നിറയെ നമുക്ക് എന്താണ് കണക്കുകളൊന്ന് നിറഞ്ഞിരിക്കുകയാണ്, വലിയ ബുദ്ധിമുട്ടാണ് എന്നൊക്കെയുള്ള ഒരു ധാരണയും ചിലർക്കുണ്ട് ഇത് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ധൈര്യമായിട്ട് പറയും, ആകെ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും. ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ അതൊക്കെ നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, മെമ്മറിയിലിട്ട് നമ്മളെ കൂട്ടുകയും കുറയ്ക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അതൊന്നും ആവശ്യമില്ല. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ കൂട്ടാൻ നമുക്കറിയാം, കുറയ്ക്കാൻ നമുക്കറിയാം, ഗുണിക്കാൻ ഹരണം, ഈ 4 ചതുഷ്ക്രിയകളും നമുക്കറിയാമെങ്കിൽ ഒരല്പ എന്താണ് മെമ്മറൈസ് എടുക്കാനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, അക്കൗണ്ടൻസി പഠിക്കാം. ഇതിനകത്ത് ആകെ 4 ക്രിയകളുടെ പരിപാടി മാത്രമേ ഉള്ളൂ. കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത് കൃത്യമായിട്ട് അറിയാമെങ്കിൽ നമുക്ക് അക്കൗണ്ട്സ് പഠിക്കാമെന്നുള്ള കാര്യത്തിൽ നമ്മൾ ഉറപ്പ് പറയുന്നു. യാതൊരു കാരണവശാലും ഒരു കുട്ടിക്ക് അത് പ്രയാസപ്പെട്ട് വരികയില്ല. സാധാരണ ഒരു സബ്ജക്റ്റ് പോലെ തന്നെ നമ്മുടെ അക്കൗണ്ടൻസി പഠിച്ചു പോകാൻ പറ്റും. ഈ 4 ക്രിയകൾ മാത്രമേ ഉറന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അക്കൗണ്ടൻസിയുടെ പിറവി എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഈ പറയുന്ന വളരെ വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ എല്ലാവർക്കും നമുക്കറിയാം, എല്ലാവരുടെ പാഠങ്ങളിലും നമ്മളെല്ലാം ഈ എന്താണ് അന്നത്തിന് വേണ്ടി അല്ലെങ്കിൽ ആഹാരത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ടും ഈ വാങ്ങൽ വിൽപ്പന നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ നാണയം എന്ന് പറഞ്ഞ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ കോയിൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങൽ വിൽപ്പന എന്ന് പറയുന്ന കാര്യം നടക്കുമായിരുന്നില്ല. സെയിൽസും പർച്ചേസും ഒന്നും അന്നില്ല. പക്ഷെ നമുക്കറിയാം, ഒരാള് കുറച്ചധികം ചേന കൃഷി ചെയ്യുന്നു, വേറൊരാൾക്ക് ചേമ്പ് കൃഷിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇയാൾക്ക് ചേന കുറച്ച് മതി, മറ്റൊരാൾക്ക് കുറച്ച് ചേമ്പ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെന്ത് ചെയ്യും, നമ്മള് സാധനങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുമായിരുന്നു. ഒരാൾക്ക് നെല്ലുണ്ട്, അല്ലെങ്കിൽ ഒരാൾക്ക് മരിച്ചീനിയുണ്ട്, അല്ലെങ്കിൽ ഒരാൾക്ക് കുറച്ച് തേങ്ങയുണ്ട്, വേറൊരാൾക്ക്. അപ്പൊ ആവശ്യക്കാർ ഒരാൾക്ക് തേങ്ങയുള്ള ആ ആളിന്റെ കയ്യിൽ നിന്നും വേറൊരാൾക്കും ആ തേങ്ങ വാങ്ങിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പരസ്പരം കൈമാറുകയാണ് ചെയ്തത്. അതിന് നമ്മൾ പറയുന്ന വാക്കാണ് ബാർട്ടർ സിസ്റ്റം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബാർട്ടർ, ഗുഡ്സ് ഫോർ ഗുഡ്സ്, എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഫോർ ഗുഡ്സ് എന്നാണ് തന്നെ പറയുന്നത്. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഫോർ ഗുഡ്സ്. ഇതാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. സാധനങ്ങൾക്ക് വരെ സാധനം കൊടുക്കുന്ന രീതി. അപ്പൊ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ കണക്കാണ്, സാധനങ്ങൾക്ക് വരെ സാധനമായപ്പോൾ ഈ പറഞ്ഞ കണക്കാണ് തേങ്ങയുള്ളവർ ചിലപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന എന്താണ് ചേനയാണെന്ന് വിചാരിക്കുക, അയാളുടെ കയ്യിൽ എന്താണ് തേങ്ങയും ഉണ്ട്, കോക്കനട്ടും ഉണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് അയാളുടെ തേങ്ങ വേണം, പക്ഷെ എൻ്റെ കൈവശം ഇരിക്കുന്ന ചേന എന്ന് പറഞ്ഞാൽ ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ ഇതിനകത്ത് നമുക്കൊരു എന്തുവാണ് നമുക്കൊരു വിനിമയത്തിനൊരു ആവശ്യം വന്നു, അല്ലെങ്കിൽ നമുക്ക് കച്ചവടം നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു മാധ്യമം നമുക്ക് ആവശ്യമായിട്ട് വന്നു. അങ്ങനെയാണ് മണി വരുന്നത്, പണം. അങ്ങനെ നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, പണത്തിന്റെ ആവശ്യം വന്നപ്പോൾ പണത്തിലേക്ക് മാറി തുടങ്ങി. അങ്ങനെയാണ് നാണയങ്ങളുടെ പിറവി വരുന്നത്.
അപ്പൊ ഈ നാണയങ്ങളുടെ പിറവി വന്നതിന് ശേഷമാണ് പ്രധാനമായിട്ടും അക്കൗണ്ടൻസി ഉണ്ടായി. ഈ അക്കൗണ്ടൻസിയുടെയൊക്കെ നമ്മൾ പണ്ട് കാലഘട്ടങ്ങളിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരം കാര്യങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നെങ്കിലും ഇതൊക്കെ നമ്മൾ ബിസിനസ്സിനകത്ത് രേഖപ്പെടുത്തി തുടങ്ങിയത് വളരെ വളരെ കാലങ്ങൾക്ക് ശേഷമാണ്. 1494 അന്ന് ലൂക്കോ പാസിയോളി എന്ന് വിളിക്കുന്ന ഒരാൾ, ചില ലൂക്കോ പാസിയോളി എന്ന് പറയാറുണ്ട്. ഈ ലൂക്കോ പാസിയോളി എന്ന് പറയുന്ന ആള് അദ്ദേഹമാണ് ആദ്യമായിട്ട് ഒരു അക്കൗണ്ടൻസി സംബന്ധമായ കാര്യങ്ങൾക്ക് ഒരു രൂപരേഖ ഉണ്ടാക്കി. അയാളെ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് മൊത്തം അസറ്റ്സ് ഈസ് ഈക്വൽ ടു, ഒരു ബിസിനസിന്റെ മൊത്തത്തിലുള്ള അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് എന്നാണ് അയാൾ പറയുന്നത്, അഥവാ ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയും. ഇതാണ് ലൂക്കോ പാസിയോളി എന്ന് പറയുന്നത്. അദ്ദേഹം കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഒരാളുടെ അസറ്റ് എന്ന് പറഞ്ഞാൽ സ്വത്ത്, പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ തിങ്സ് ഓൺഡ് ബൈ വൺ പേഴ്സൺ അല്ലെങ്കിൽ ബിസിനസ്. അപ്പൊ ഞാനാണെങ്കിൽ എന്റെ കൈവശമിരിക്കുന്ന സാധനങ്ങൾ, എന്റെ സ്വത്തുക്കൾ, അല്ലെങ്കിൽ എന്റെ കൈവശമിരിക്കുന്ന പ്രോപ്പർട്ടീസ്, അതിനാണ് ഞാൻ എന്ത് വിളിക്കുന്നത്, അസറ്റ് എന്ന് പറയുന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്കൗണ്ടൻസിയിൽ നമുക്ക് എപ്പോഴും ആവശ്യമായിട്ടിരുന്ന പദമാണ് അസറ്റ്. അപ്പൊ അസറ്റ് എന്ന് പറഞ്ഞാൽ സ്വത്തുക്കൾ. അപ്പൊ എന്റെ കൈവശമിരിക്കുന്ന സ്വത്തുക്കൾ സമം ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഡെറ്റ്സ് ആണ്, കടങ്ങളാണ്, അഥവാ എമൗണ്ട് ഓൾഡ് ബൈ വൺ പേഴ്സൺ അല്ലെങ്കിൽ എമൗണ്ട് ഓൾഡ് ബൈ ദ ബിസിനസ്. നമ്മളെല്ലാം പറയുമ്പോൾ ബിസിനസിന്റെ കാര്യങ്ങളായിട്ടാണ് പറയുക. അപ്പൊ ബിസിനസിന്റെ കാര്യങ്ങളാണ് നമ്മളിവിടെ കണക്കിൽ എഴുതി പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഒരു ബിസിനസ്സിലുള്ള മൊത്തം സ്വത്ത് സമം മൊത്തം ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അയാൾ അത്രയും തെളിയിച്ചിട്ടുള്ളൂ. അയാൾ പ്രൂവ് ചെയ്ത ഒരു ഇക്വേഷൻ അതാണ്. അയാളെ പ്രൂവ് ചെയ്ത ഇക്വേഷൻ ഇതാണ്, അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇതാണ് അയാൾ പ്രൂവ് ചെയ്തത്. അപ്പോൾ എന്റെ കൈവശം, ഞാൻ തന്നെ പറയുകയാണ്, എന്റെ കൈവശം അല്ലെങ്കിൽ എന്റെ ബിസിനസ്സിനകത്ത് ഒരു 10,000 രൂപയുണ്ടെന്ന് സങ്കല്പിക്കുക. ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ ബിസിനസ്സിലേക്ക് 10,000 രൂപ കൊണ്ടുവന്നു വിചാരിക്കുക. അപ്പൊ ഞാൻ പറയും എന്റെ ബിസിനസ്സിനകത്ത് ഒരു സ്വത്ത് വന്നു. എന്ത് സ്വത്ത് വന്നു? ക്യാഷ് എന്നുള്ള രൂപത്തിൽ ഒരു 10,000 രൂപ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ക്യാഷ് ആയിട്ട് ഒരു 10,000 രൂപ ഇരിപ്പുണ്ട്. അതാണ് എന്റെ അസറ്റ്. ഈ അസറ്റ് തരുമ്പോൾ ഇന്ന് ഞാൻ ഈ സ്ഥാപനം മതിയാക്കുകയാണെങ്കിൽ ഈ സ്വത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന ക്യാഷ് ഞാൻ എന്ത് ചെയ്യും? ഈ പറയുന്ന ക്യാഷ് ഒന്നുകിൽ ഞാൻ കടം മേടിച്ച പൈസയായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, ഉടമസ്ഥ കൊണ്ടുവന്ന പൈസയായിരിക്കും. ഇപ്പൊ ഇവിടെ ആരാ കൊണ്ടുവന്നത്? ഉടമസ്ഥ കൊണ്ടുവന്നു എന്ന് പറയും. അപ്പൊ ഉടമസ്ഥ കൊണ്ടുവന്ന് നമ്മൾ വിളിക്കുന്ന വാക്കാണ് ക്യാപിറ്റൽ. എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ പ്രൊപ്പറേറ്റർ എന്ന് പറയും. അതിന്റെ പ്രൊപ്പറേറ്റർ, അതിന്റെ ഉടമസ്ഥൻ ഇൻവെസ്റ്റ് ചെയ്ത പൈസയാണ് ക്യാപിറ്റൽ. അപ്പൊ ഒരു ബിസിനസ്സിലുള്ള മൊത്തം തുക സമം, ഒരു ബിസിനസ്സിനകത്തിരിക്കുന്ന മൊത്തം ക്യാഷ് സമം, ഇവിടെ പറഞ്ഞാൽ ക്യാഷ് സമം ഈ അസറ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ കടം മേടിച്ച പൈസ അല്ലെങ്കിൽ ഉടമസ്ഥ കൊണ്ടുവന്ന പൈസ. ഇത് രണ്ടും കൂടെ ചേർന്നതാണ്, അല്ലെങ്കിൽ ഒന്ന് മാത്രമാണ്. ഇതാണ് ആര് തെളിയിച്ചത്? ലൂക്കോ പാസിയോളി തെളിയിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലൂക്കോ പാസിയോളിയെ നമ്മൾ എന്ത് പറയാറുണ്ട്? അക്കൗണ്ടൻസിയുടെ പിതാവ് എന്നാണ് പറയുന്നത്. അപ്പൊ ആരാണ് അക്കൗണ്ടൻസിയുടെ പിതാവ് എന്ന് ചോദിച്ചാൽ, ഹു ഈസ് ദ ഫാദർ ഓഫ് അക്കൗണ്ടൻസി എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ലൂക്കോ പാസിയോളിയാണെന്ന് പറയും. അയാൾ എന്താ പ്രൂവ് ചെയ്തത്? അയാൾ പ്രൂവ് ചെയ്ത് ഇത്രയേ ഉള്ളൂ, എന്റെ ആരെയും കൊണ്ട ഒരു ബിസിനസ്സിനകത്തിരിക്കുന്ന മൊത്തം അസറ്റ് സമം മൊത്തം പ്രോപ്പർട്ടി സമം മൊത്തം ഗുഡ്സ് അല്ലെങ്കിൽ മൊത്തം തിങ്സ് ഓൺഡ് ബൈ ദ ബിസിനസ്. ആ ബിസിനസ് ഓൺ ചെയ്തിരിക്കുന്ന, ബിസിനസ് സ്വന്തമാക്കി വെച്ചിരിക്കുന്ന സ്വത്തുക്കൾ എന്ന് പറയുന്നത് അസറ്റ്. ആ അസറ്റ് അല്ലെങ്കിൽ സ്വത്തുക്കൾ സമം കടമേടിച്ച പൈസ, ഡെറ്റ്സ് അല്ലെങ്കിൽ എമൗണ്ട് ഓൾഡ്, ആർക്കെങ്കിലും കൊടുക്കാനുള്ള പൈസ, കടമേടിച്ച പൈസ കൊടുക്കാനുള്ളത്, അപ്പൊ കൊടുക്കാനുള്ള പൈസ പ്ലസ് ക്യാപിറ്റൽ, അതിന്റെ ഉടമസ്ഥൻ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എന്നാണ് അയാൾ പ്രൂവ് ചെയ്തത്. ഇത്രയാണ് പ്രൂവ് ചെയ്തത്. അപ്പൊ ഞാനൊരു സിമ്പിൾ ഉദാഹരണം മാത്രമേ പറഞ്ഞുള്ളൂ. 10,000 രൂപ ഉണ്ടോന്ന് ഇപ്പൊ നമ്മൾ എപ്പോഴും കണക്കെഴുതുമ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിൽ ചിന്തിക്കണം. എന്താ ചിന്തിക്കേണ്ടത്? നിങ്ങൾ എപ്പോഴും ഇരിക്കുന്നത് എവിടെയാണ്? ഒരു കച്ചവട സ്ഥാപനത്തിലാണ്, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനകത്തിരുന്നുകൊണ്ടാണ് കണക്കെഴുതുന്നത്. അപ്പൊ നിങ്ങൾ എന്ന് വിചാരിക്കുക, നിങ്ങൾ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചു വേണം, നിങ്ങൾ ഏത് കടയുടെ കണക്കാണോ നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത് ആ കടയ്ക്കകത്തിരുന്നാണ് നിങ്ങൾ കണക്ക് എഴുതുന്നത് എന്ന് എപ്പോഴും നമ്മുടെ മനസ്സിനകത്തൊരു ബോധം വേണം. അപ്പൊ ആ ഒരു ബോധത്തോടു കൂടി ഇത് കണക്കെഴുതിയാൽ മാത്രമേ നമുക്ക് അക്കൗണ്ടൻസി നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റൂ. കണക്കെഴുതുന്നവര് നമ്മള്,
എവിടെ ഇരിക്കുന്നു? ആ കടയിൽ, ആ സ്ഥാപനത്തിൽ ഇരിക്കുന്നു. ആ സ്ഥാപനത്തിൽ ഇരുന്നു കൊണ്ട് കണക്ക് നമ്മൾ എഴുതുമ്പോൾ ഇനി എന്റെ ചോദ്യം ഇതാണ്, നിങ്ങളിരിക്കുന്ന സ്ഥാപനത്തിൽ എന്താണ് ഇവിടെ ഇരിക്കുന്ന സ്വത്തിന്റെ പേര്? അപ്പൊ നമുക്ക് തൽക്കാലം പറയാം ക്യാഷ് ഉണ്ട്. ക്യാഷ് എത്ര കൊണ്ടുവന്നു? 10,000 rupees ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 10,000 രൂപ കൊണ്ടുവന്ന ആരാണ്? ഓണറാണ്. ഓണറാണ് കൊണ്ടുവന്നെങ്കിൽ നമ്മൾ പറയും ഓണർ 10,000 rupees ഓണർക്ക് തിരിച്ചു കൊടുക്കണം, വേറെ വെളിയിൽ ആർക്കും കൊടുക്കാനില്ല. അപ്പോ 10,000 rupees ഈസ് ഈക്വൽ ടു ക്യാഷ് ആയിരിക്കുന്ന 10,000 രൂപ ഈസ് ഈക്വൽ ടു 10,000 ക്യാപിറ്റൽ. ഇതാണ് അയാൾ പ്രൂവ് ചെയ്തത്. ഒന്നുകൂടെ പറഞ്ഞാൽ ഈ 10,000 rupees അയാൾ എന്ത് വിചാരിക്കുക, ഒരു 5,000 rupees കൊടുത്ത് ഒരു ഫർണിച്ചർ മേടിച്ചെന്ന് വിചാരിക്കുക. ഞാൻ വെറുതെ 1-2 ഉദാഹരണം പറഞ്ഞ് നിർത്തുകയാണ്, തൽക്കാലം നമുക്ക് നോക്കാം. അപ്പൊ ഈ 10,000 rupeesനകത്ത് നമുക്ക് എന്ത് ചെയ്യും, നമ്മളൊരു 5,000 rupees കൊടുത്ത് ഫർണിച്ചർ മേടിച്ചു. അപ്പൊ എന്റെ ചോദ്യം, നിങ്ങൾ ഇരിക്കുന്ന സ്ഥാപനത്തിൽ ഇപ്പോൾ ക്യാഷ് എത്രയുണ്ട്? 10,000 രൂപയിൽ 5,000 rupees കൊടുത്ത് നിങ്ങൾ ഫർണിച്ചർ മേടിച്ചപ്പോൾ ഇനി ക്യാഷ് എന്ന് പറയുന്നത് 5,000 rupees ഉള്ളൂ. 10,000 5,000 പോയി. അതുകൊണ്ട് നമുക്ക് പറയാം ഇനി ഇരിക്കുന്ന ക്യാഷ് സമയത്ത് രൂപ ഞങ്ങൾ മാറ്റി എഴുതാം. ക്യാഷ് സമയത്ത് രൂപയുണ്ട്, 5,000 rupees ഉണ്ട് ക്യാഷ്. ഫർണിച്ചർ എത്രയുണ്ട്? 5,000 ഉണ്ട്. അപ്പൊ 10,000 rupeesന്റെ സ്വത്ത് ഇപ്പോഴും ഉണ്ട്, പക്ഷെ 2 പേരിലാണ്. ഏതൊക്കെയാണ് 2 പേരുകൾ? ഒന്ന് ക്യാഷ് ആയിട്ട് ഇരിപ്പുണ്ട്, ഒന്ന് ഫർണിച്ചർ ആയിട്ട് മേടിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ചോദ്യം, ആർക്കെങ്കിലും വെളിയിൽ പൈസ കൊടുക്കാനുണ്ടോ? ഇല്ല. ഇന്ന് മതിയാക്കിയാൽ നിങ്ങൾ ഈ പൈസ ആർക്ക് കൊടുക്കണം? അതിന്റെ ഉടമസ്ഥന് കൊടുക്കണം. അപ്പൊ ഉടമസ്ഥന് കൊടുക്കേണ്ട പൈസ എത്ര രൂപ? 10,000. അപ്പോഴും ഇക്വേഷൻ ശരിയാണ്. 5,000 + 5,000 ഈസ് ഈക്വൽ ടു 10,000. 10,000 rupees ക്യാപിറ്റലുമാണ്. ഒരു 2,000 രൂപ നമ്മൾ എന്ത് ചെയ്യുന്നു വിചാരിക്കാം, എക്സ് എന്ന് പറയുന്ന ആളിന് കടം മേടിച്ചെന്ന് വിചാരിക്കാം. എക്സ് എന്ന് പറയുന്ന ആളിന് കടം മേടിച്ചു. നിങ്ങളാണ് കടം മേടിച്ചത്. നിങ്ങൾ കടം മേടിക്കുമ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക്, നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിനല്ല മേടിച്ചത്, സ്ഥാപനത്തിലേക്കാണ്. അപ്പൊ സ്ഥാപനത്തിൽ ക്യാഷ് ഇപ്പൊ എത്ര രൂപയായി? 2,000 കൂടി എത്രയായിട്ട് മാറി? 7,000 ആയിട്ട് മാറി. ഫർണിച്ചറിന്റെ വിലയ്ക്ക് ഇപ്പോഴും മാറ്റമൊന്നുമില്ല, 5,000 തന്നെയാണ്. ഇപ്പോ നമ്മൾ പറയുന്നു കടം മേടിച്ച പൈസ കൊടുക്കാറുണ്ട്. എത്ര കൊടുക്കാറുണ്ട്? 2,000 rupees ഇന്ന് മതിയാക്കിയാൽ തിരിച്ചു കൊടുക്കണം. ഉടമസ്ഥനോട് 10,000 തന്നെയാണ്. അപ്പൊ 10,000 2,000 12,000 7,500 കൂടെ 12,000. ഇങ്ങനെ എത്ര എണ്ണം വന്നാൽ നമ്മൾ ഇതിൽ എഴുതിക്കൊണ്ടേയിരിക്കും. ഇതാണ് ആര് പ്രൂവ് ചെയ്തത്? ലൂക്കോ പാസിയോളി പ്രൂവ് ചെയ്തത്. അപ്പൊ ലൂക്കോ പാസിയോളി ഇത് പ്രൂവ് ചെയ്തതുകൊണ്ട് നമ്മൾ സാധാരണഗതി ഇതാണ് അക്കൗണ്ടൻസിയുടെ ആദ്യ പാഠങ്ങൾ നമ്മൾ പറയും. ഇത് ഇറ്റലിക്കാരനാണ് അദ്ദേഹം. അപ്പൊ ഇദ്ദേഹമാണ് അത് പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്താണ്? അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് അയാൾ പ്രൂവ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു ട്രീറ്റീസിലാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. അതിന്റെ പേര് ഡി കോംപുട്ടീസ് സ്ക്രിപ്ചറീസ് എന്നാണ്. ഡി കോംപുട്ടീസ് സ്ക്രിപ്ചറീസ്. ഡി കോംപുട്ടീസ് സ്ക്രിപ്ചറീസ് എന്നാണ് ആ ട്രീറ്റീസിന്റെ പേര്. ഇതൊന്നും പരീക്ഷ ചോദിക്കില്ല, നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഡി കോംപുട്ടീസ് സ്ക്രിപ്ചറീസ് എന്ന് പറയുന്ന പ്രബന്ധത്തിനകത്ത്, അതിന്റെ ട്രീറ്റീസിനകത്ത്, അതിന്റെ പ്രബന്ധത്തിനകത്ത് ലൂക്കോ പാസിയോളി പ്രൂവ് ചെയ്തത് ഈ കാര്യമാണ്. ഇനി എത്ര ട്രാൻസാക്ഷൻ വന്നാലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ നമുക്ക് പിന്നീട് ഓരോന്നായിട്ട് പഠിച്ചോളാം. ഞാനിപ്പോ തൽക്കാലം നമ്മൾ അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഒരു പ്രയാസപ്പെട്ട കാര്യമല്ല എന്ന് പറയാൻ വേണ്ടി നമ്മൾ പറഞ്ഞതാണ്. അദ്ദേഹം തെളിയിച്ചൊരു കാര്യം ഞാൻ ഒന്ന് വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞതാണ്. എന്തൊക്കെ ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ. ബിസിനസിന്റെ ഉടമസ്ഥൻ 10,000 rupees നിങ്ങളുടെ ബിസിനസ് കൊണ്ടുവന്നെങ്കിൽ നിങ്ങൾ പറയും 10,000 rupees കൊണ്ടുവന്നതുകൊണ്ട് അവിടെ ഇപ്പോൾ ഒരു അസറ്റ് വന്നു. എന്താ അസറ്റിന്റെ പേര്? ക്യാഷ്. 10,000 രൂപ ക്യാഷ്. ഇന്ന് മതിയാക്കിയാൽ വെളിയിലാർക്കും പൈസ കൊടുക്കണ്ട. ആർക്ക് പൈസ കൊടുത്താൽ മതി? ഓണർക്ക് കൊടുത്താൽ മതി. അതുകൊണ്ട് ഓണർ കൊണ്ടുവന്ന പൈസ ഞാൻ വിളിക്കുന്ന വാക്കാണ് ക്യാപിറ്റൽ. അപ്പോൾ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി ഇല്ല, ഇവിടെ 0, ക്യാപിറ്റൽ ഉണ്ട്. അപ്പൊ 10,000 അസറ്റ്, 10,000 ക്യാപിറ്റൽ. ഇക്വേഷൻ നമുക്ക് വളരെ കറക്റ്റ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. അതിനൊരു 5,000 rupees എടുത്ത് നമ്മൾ ഫർണിച്ചർ മേടിച്ചപ്പോൾ കയ്യിരുന്ന 10,000 5,000 പോയി. അപ്പോൾ ബാക്കിയുള്ളത് 5,000 rupees ക്യാഷ് ആയിട്ട് എടുത്തോളൂ. ശരിയാണല്ലോ? ശരിയാണ്. അത് നമ്മൾ ഫർണിച്ചറുടെ അസറ്റ് കൂടെ വന്നപ്പോൾ ക്യാഷ് ആയി 5,000, ഫർണിച്ചർ 5,000, അപ്പൊ 10,000 ആയി. വെളിയിലാക്കി കൊടുക്കാനുണ്ടായിരുന്നില്ല, ക്യാപിറ്റൽ 10,000 rupees ആയി. ശരിയാണല്ലോ? ഓക്കെ. ഇനി നമ്മളൊരു 2,000 രൂപ കടം മേടിച്ചു. നമുക്കൊരു അത്യാവശ്യം ഒന്നും വിചാരിച്ചുകൊണ്ട് നമുക്ക് ഇനി ഒരു കാര്യം നമ്മൾ മനസ്സിൽ കണ്ടിട്ട് ഒരു പൈസ തികയില്ല, അതുകൊണ്ട് 2,000 രൂപ കടം മേടിച്ചെന്ന് വിചാരിക്കാം. നിങ്ങളാണ് കടയിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 5,000 രൂപ ഉണ്ടായിരുന്നതിന്റെ കൂടെ 2,000 രൂപ കടം കൂടെ മേടിച്ചപ്പോൾ എത്രയായിട്ട് മാറി? 7,000 ആയി. ഇപ്പോഴും ഇരിക്കുന്ന ഫർണിച്ചർ തന്നെ 5,000 തന്നെ. 2,000 രൂപ. പക്ഷേ ഇപ്പോൾ നമുക്ക് ഓണർ കൊടുക്കാനുള്ള പൈസയല്ല, അത് വേറെ വെളിയിൽ കൊടുക്കാനുള്ള പൈസയാണ്. അതുകൊണ്ട് നമ്മൾ അതിന് ലയബിലിറ്റീസ് എന്ന് വിളിച്ചു. ബാധ്യത, കടം.
അത് 2000, ഉടമസ്ഥ എടുക്കാനുള്ള പൈസ 10,000. ഇത് നമ്മൾ എത്ര ഇക്വേഷൻ എഴുതിയാൽ നമുക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്തത് ആദ്യമായിട്ട് ലൂക്കോ പാസ്യൂളിയാണ്. അപ്പൊ നമ്മൾ ഇന്ത്യക്കാര് പറയും നമ്മളും അതിൽ വളരെ പിന്നോക്കമായിരുന്നില്ല, നമുക്കും ഇതിനെപ്പറ്റിയൊക്കെ നല്ല അറിവുണ്ടായിരുന്നു, കണക്കെഴുത്തിന്റെ ആവശ്യമുണ്ട് എന്ന് ഞങ്ങളുടെ രാജ്യക്കാർക്കും അറിയാമായിരുന്നു എന്ന് പറയാൻ വേണ്ടി നമ്മുടെ അടുത്ത് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതാണ് അർത്ഥശാസ്ത്രം. അർത്ഥശാസ്ത്രം. അപ്പോൾ അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന ആ ഒരു പുസ്തകമുണ്ട്. അർത്ഥശാസ്ത്രം കേട്ടുകാണ്. അർത്ഥശാസ്ത്രം ആരാണ് ഈ അർത്ഥശാസ്ത്രം എഴുതിയത്? ചാണക്യൻ അല്ലെങ്കിൽ കൗടില്യൻ എന്ന് പറയുന്ന ആളാണ്. അപ്പൊ വിജയനഗരത്തിലെ ചാണക്യൻ അല്ലെങ്കിൽ കൗടില്യൻ എന്ന് പറയുന്ന ആള് അയാൾ എഴുതിയിട്ടുണ്ട്, അർത്ഥശാസ്ത്രം എഴുതിയിട്ടുണ്ട്. അതിന്റെ സെക്കൻഡ് വോളിയത്തില് 6ാമത്തെ ചാപ്റ്ററിൽ ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. ഇങ്ങനെ തെളിയിച്ചിട്ടൊന്നുമില്ല, പ്രതിപാദിക്കുന്നുണ്ട്. എന്താണ്? ഒരു ബിസിനസ് നടക്കുന്ന കാര്യങ്ങളെല്ലാം, കണക്കുകളെല്ലാം എഴുതി സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഒരാളിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാമ്പത്തികപരമായ കാര്യങ്ങളെല്ലാം എഴുതി കൃത്യമായി സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കൃത്യമായി അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യക്കാർക്ക് അതിനെപ്പറ്റി അറിവുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന കാര്യം എടുത്ത് കാണിക്കാറുണ്ട്. ചാണക്യൻ എഴുതിയ അർത്ഥശാസ്ത്രത്തിന്റെ സെക്കൻഡ് വോളിയത്തിൽ 6th ചാപ്റ്ററിൽ ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ നമുക്കും അറിവുള്ള ഒരു കാര്യമാണ് എന്ന് പറയുന്നത് അക്കൗണ്ടൻസിയുടെ തുടക്കം. അപ്പോൾ നമുക്ക് അക്കൗണ്ടൻസിയുടെ പിതാവിനെ പറ്റി മനസ്സിലായി. അത് ഡി കോംപുട്ടീസ് സ്ക്രിപ്ചറീസ് എന്ന് വിളിക്കുന്ന ഒരു ട്രീറ്റീസ്, ഒരു പ്രബന്ധത്തിലാണ് അയാൾ ആദ്യമായിട്ട് അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്ത് പറഞ്ഞത്. അയാൾ ഇത്രയും പ്രൂവ് ചെയ്തിട്ടുള്ളൂ. എന്താണ് പ്രൂവ് ചെയ്തത്? അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നാണ് പ്രൂവ് ചെയ്തത്. അതൊരു അക്കൗണ്ടിങ് ഇക്വേഷൻ ആണ്. ഒരു അക്കൗണ്ടിങ് ഇക്വേഷൻ ആണ് അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇത് പ്രൂവ് ചെയ്ത് വന്ന ആള്, ഇത് ആദ്യമായിട്ട് ഇതിനെപ്പറ്റി പ്രതിപാദിച്ച ആൾ അദ്ദേഹമായതുകൊണ്ട് അദ്ദേഹത്തെ നമ്മുടെ അക്കൗണ്ടൻസിയുടെ പിതാവ് എന്ന് പറയുന്നു. എന്നാൽ നമ്മൾക്ക് ഇന്ത്യക്കാർക്കും അതിനെപ്പറ്റി വളരെ നല്ല അറിവുണ്ടായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി നമ്മുടെ അടുത്ത് പറയുന്ന ഒരു പുസ്തകമാണ് ഏത് പറയുന്നത്? അർത്ഥശാസ്ത്രം. അതിൽ ചാണക്യൻ എഴുതിയിരിക്കുന്ന അതിന്റെ സെക്കൻഡ് വോളിയത്തിന്റെ 6th ചാപ്റ്ററിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ് ഈ അക്കൗണ്ടിങ്? അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ ഭാഷയാണ്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ബിസിനസിന്റെ ഭാഷയാണ് നമ്മൾ ഈ പറയുന്ന അക്കൗണ്ടൻസി. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാവണമെങ്കിൽ അതൊരു ഭാഷ വേണം. അപ്പൊ നമുക്ക് മലയാളത്തിൽ ആർക്ക് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നു, കാരണം മലയാള ഭാഷ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരാൾക്ക് ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്താനുള്ളതാണ് ലാംഗ്വേജ്, ഭാഷ എന്ന് പറയുന്നത്, ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതുപോലെ ബിസിനസിന്റെ കാര്യങ്ങൾ എന്താ? ഒരു ബിസിനസ് ഞാനോ നിങ്ങളോ നടത്തിയാൽ അത് പ്രധാനമായിട്ട് നടത്തുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ആ ബിസിനസ് നടത്തുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടോ, ലോസ് ഉണ്ടോ? ആ ബിസിനസിന്റെ ഓപ്പറേഷൻ മൂലം, ആ ബിസിനസിന്റെ പ്രവർത്തനം മൂലം, ഓപ്പറേഷൻ മൂലം, പ്രവർത്തനം മൂലം അതിന്റെ റിസൾട്ട് എന്ന് പറയുന്ന പ്രോഫിറ്റ് ആണോ, ലോസ് ആണോ, ലാഭമാണോ, നഷ്ടമാണോ എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഒരു വർഷം അവസാനിക്കുമ്പോൾ ആ ബിസിനസ്സിനകത്ത് ഇനി ബാക്കി എന്തുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര സ്വത്തുണ്ട്, ഏതെല്ലാം സ്വത്തുക്കളുണ്ട്, ആർക്കെല്ലാം പൈസ കൊടുക്കാനുണ്ട്, ഉടമസ്ഥന്റെ പൈസ ഇനി ബാക്കി എത്രയുണ്ട്. ഇതേപോലൊരു അക്കൗണ്ടിങ് ഇക്വേഷൻ നമുക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത്ര സ്വത്ത്, ഇത്ര ബാധ്യത, ഇത്ര കടം പറയുമ്പോൾ നമുക്കറിയാം ആ ബിസിനസിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ, സാമ്പത്തിക നില, ഫിനാൻഷ്യൽ പൊസിഷൻ, സാമ്പത്തിക നില നമുക്ക് മനസ്സിലാക്കണം. ഒന്ന്, നമുക്ക് അതിന്റെ ഓപ്പറേറ്റിംഗ് റിസൾട്ട്, ബിസിനസ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന ലാഭം അല്ലെങ്കിൽ നഷ്ടം എത്ര നമുക്കറിയണം. അതുപോലെ തന്നെ 2, അതിന്റെ ആ ബിസിനസിനകത്തുള്ള സാമ്പത്തിക നില നമുക്ക് മനസ്സിലാക്കണം. ഈ 2 കാര്യങ്ങൾ പറയുന്നത് ഏത് ഭാഷയിലൂടെയാണ്? അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഭാഷയിലൂടെയാണ്. അപ്പൊ അക്കൗണ്ടിങ് നമുക്ക് നടത്തിയാലേ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇത്ര രൂപ അതിൽ ലാഭം ഉണ്ടാക്കിയിരിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കി തരുന്ന ഭാഷ. അതുകൊണ്ടാണ് എന്ത് വിളിക്കുന്നത് നമ്മൾ അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്ന് നമ്മൾ പറയുന്നത്. അക്കൗണ്ടിങ് എന്ന് പറയുന്ന ബിസിനസിന്റെ ഭാഷയാണ്. ഒരു ബിസിനസ് നടത്തുന്ന പ്രധാനമായിട്ടും ലാഭമോ നഷ്ടമോ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ആ നടത്തുന്ന ബിസിനസ്സിനകത്തുന്ന ലാഭമാണോ നഷ്ടമാണോ ആർക്കൊക്കെ അറിയണം? ആ ബിസിനസ്സിനകത്തുള്ള ആൾക്കാർക്ക് അറിയണം.
എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ പണം നിക്ഷേപിച്ചവർക്ക് അറിയണം, അതിന്റെ ഉടമസ്ഥർക്ക് അറിയണം, അതിലുള്ള എംപ്ലോയീസിന് അറിയണം. ഇനി വെളിയിലുള്ള ആൾക്കാരുണ്ട്, സർക്കാരിന് അറിയണം, ടാക്സ് മേടിക്കാൻ പറ്റുമെന്ന് അവർക്ക് നോക്കണം. അതുപോലെ തന്നെ ബാങ്കുകാർക്ക് ലോൺ തന്നാൽ തിരിച്ചു കിട്ടുമെന്ന് അവർക്കറിയണം. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് ഏതിലൂടെയാണ്? ഈ പറയുന്ന കണക്കിലൂടെയാണ്. ഏത് കണക്ക്? ആ ബിസിനസിന്റെ ലാഭം എത്ര, നഷ്ടം എത്ര, അസറ്റ് എത്ര, ലയബിലിറ്റി എത്ര, ക്യാപിറ്റൽ എത്ര, ഇത് മനസ്സിലാക്കി കൊടുക്കുന്ന ഭാഷ. അതൊരു ഭാഷയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മുടെ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബിസിനസിന്റെ ഭാഷയാണ് നമ്മൾ പറയുന്നത്. ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് തുടക്കത്തിൽ ഇങ്ങനെയായിരുന്നു? അല്ല. തുടക്കത്തിൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്തായിരുന്നു? അത് നമ്മൾ വിളിച്ച വാക്ക് അക്കൗണ്ടിങ് എന്നല്ലായിരുന്നു, ബുക്ക് കീപ്പിംഗ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ബുക്ക് കീപ്പിംഗ് എന്നാണ് നമ്മൾ അതിനെ വിളിച്ചുകൊണ്ടിരുന്നത്. ബുക്ക് കീപ്പിംഗ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എന്താണ് ഈ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ? ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടാണ്. അക്കൗണ്ട്സ് പഠിക്കുന്നതോടുകൂടി നമ്മളെല്ലാം കലാകാരന്മാരായിട്ട് മാറുകയാണ്. അതൊരു ആർട്ടാണ്, ഒരു കലയാണ്. എന്താ ഒരു കലയുടെ പ്രത്യേകത? ഇപ്പൊ ഞാനൊരു ഡാൻസ് പെർഫോമർ ആണെങ്കിൽ എനിക്ക് ഡാൻസ് അറിയണം. അത് പ്രകടിപ്പിച്ചാലേ ഡാൻസ് ഞാൻ പഠിച്ചാൽ മാത്രം പറയാം. ചിലർക്ക് ഡാൻസ് അറിയണം, പഠിച്ചിട്ടുണ്ട്, പക്ഷെ അത് പ്രകടിപ്പിക്കാൻ അറിയാൻ വയ്യാതെ. ചിലന്റെ പാട്ട് ഒരു സിംഗർ ആയിരിക്കും, അയാളുടെ പാട്ട് പഠിച്ചിട്ടുണ്ടാവാം, ആ പാട്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പാടി കൊടുക്കാനുള്ള ഒരു രീതി അയാൾക്ക് അറിയില്ലായിരിക്കും, തൊണ്ട എന്തായാലും ശരിയായിരിക്കില്ല. അപ്പോൾ ആർട്ട് എന്ന് പറഞ്ഞാൽ സ്കില്ലും വേണം, നോളജും വേണം. ഈ രണ്ട് കാര്യങ്ങൾ ചേർന്നാണ് ആർട്ട് എന്ന് പറയുന്നത്. ഏതൊരു ആർട്ടിസ്റ്റിനും ആ ആർട്ടിനെ പറ്റിയുള്ള സ്കില്ല്, നോളജും വേണം. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ബുക്ക് കീപ്പിങ്ങിന് ആവശ്യമാണ്. അപ്പൊ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടൻസിയുടെ തുടക്കമാണ്, അതിന്റെ പ്രൈമറി സ്റ്റേജാണ്. കാരണം ഒരു കാര്യവും തുടങ്ങുമ്പോൾ തന്നെ വളരെ വിശാലമായിട്ട് തുടങ്ങാൻ പറ്റുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അക്കൗണ്ട്സ് തുടങ്ങുന്ന കാലഘട്ടം, അത് പിച്ച വെച്ചിടുന്ന കാലത്ത് നമ്മൾ അക്കൗണ്ട്സ് വിളിച്ചിരുന്ന വാക്ക് ബുക്ക് കീപ്പിംഗ് എന്നാണ്. ഏതുപോലെ ഒരു കുട്ടി പഠിക്കുന്നു, ആ കുട്ടി പഠിക്കുന്നത് എന്താണ്? LKG, UKG, അതുപോലെ തന്നെ അതിന് ശേഷം എന്താണ് നമ്മുടെ സ്റ്റാൻഡേർഡ് 1, 2 അങ്ങനെ പഠിച്ചാണ് നമ്മൾ ഹയർ സെക്കൻഡറി വരെ എത്തിയിട്ടുള്ളത്. അല്ല നേരിട്ട് ഒരാളെ ഇവിടെ വരികയല്ല, ഹയർ സെക്കൻഡറി വരികയല്ല. അപ്പോൾ അവൻ ഇവിടെ പഠിക്കുമ്പോൾ 1 മുതൽ 5 വരെ ഒരു ക്ലാസ് പഠിക്കുന്നു, അല്ലെങ്കിൽ 6 മുതൽ 10 വരെ പഠിക്കുന്നു, അല്ലെങ്കിൽ അടുത്ത വർഷം വരുമ്പോൾ 1ാം ക്ലാസ് വരുമ്പോൾ 10 മുതൽ 100 വരെ പഠിക്കുന്നു. അതിന്റെ അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്ക് 100 മുതൽ ചിലപ്പോൾ 1000, 10,000 വരെ പഠിക്കും. അപ്പൊ അതിന്റെ ഒരു തുടക്കം എന്നുള്ളതിലേക്ക് നമ്മളിവിടെ പറഞ്ഞാൽ എന്താണ്? ഒരു നഴ്സറി ക്ലാസ് പഠിക്കുന്ന അവസ്ഥ നമുക്ക് പറയാൻ പറ്റും. പറയാൻ പറ്റും ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് അതിന്റെ ആ ഒരു തുടക്കമാണ്. അതുപോലെ തുടക്കമാണ്. അപ്പൊ ആ തുടക്കത്തിൽ നമ്മൾ പറയുന്നത് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ആർട്ടാണ്. നിങ്ങൾക്ക് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ആർട്ടാണ്. എന്താ ബുക്ക് കീപ്പിംഗ് ആർട്ട് എന്ന് പറയാൻ കാരണം? ബുക്ക് കീപ്പിംഗ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ്സിലെ കണക്ക് നിങ്ങൾക്ക് എഴുതണമെങ്കിൽ എന്താണ് അക്കൗണ്ടിങ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞു വെച്ചാൽ മാത്രം പോരാ, ആ പറയുന്ന അറിവ് ഉപയോഗിച്ച് ആ ബിസിനസ്സിന്റെ കണക്കുകൾ എഴുതുവാനും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതല്ലേ? അക്കൗണ്ട്സ് പഠിച്ചാൽ മാത്രം പോരാ, അത് പ്രാവർത്തികമാക്കാനും നമുക്കറിയണം. രണ്ടെന്ന് പറയുന്നത് സയൻസ് ആണ്. സയൻസ് എന്ന് പറയുന്ന കാര്യം നമ്മൾ ഈ പറയുന്ന ബുക്ക് കീപ്പിങ്ങിനെ അല്ലെങ്കിൽ അക്കൗണ്ടൻസി എന്തുകൊണ്ടാണ് സയൻസ് വിളിക്കുന്നത്? നമുക്കറിയാം സയൻസ് എന്ന് പറയുന്ന എല്ലാം ഒരു ബേസിക് ആയിട്ട് അടിസ്ഥാനപരമായിട്ട് ചില കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നതാണ്. നമുക്കറിയാം ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേരുമ്പോൾ ജലമാകും. പക്ഷേ നമുക്കറിയാം അന്തരീക്ഷത്തിൽ ധാരാളം ഹൈഡ്രജൻ ഉണ്ട്, ധാരാളം ഓക്സിജൻ ഉണ്ട്. പക്ഷെ എല്ലാം എന്തായിട്ട് മാറുന്നില്ല? ജലമായിട്ട് മാറുന്നില്ല. പക്ഷെ എങ്കിലും നമുക്കറിയാം ഹൈഡ്രജൻ ഓക്സിജൻ ചേർന്ന് എന്താവും? ജലമാവും. അതുപോലെ അക്കൗണ്ടൻസി നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് അതിന് ബേസിക് ആയിട്ട് ചില കാര്യങ്ങളുണ്ട്. ചിലത് അങ്ങനെ തന്നെ ആയിരിക്കണം എങ്കിലേ നമുക്ക് അക്കൗണ്ടൻസി എഴുതാൻ പറ്റും. ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് ജലമാകുന്നത് പോലെ ചില പ്രത്യേക കണക്കുകൾ എഴുതുമ്പോൾ ചില പ്രത്യേക കാര്യങ്ങൾ അതുപോലെ തന്നെ സംഭവിച്ചിരിക്കണം. സയൻസ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം മാത്രം ഞാൻ പറയാം. ബിസിനസ്സിൽ നിന്ന് കണക്കെഴുതുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇതാണ്. എന്താണ്? ബിസിനസ്സിൽ നിങ്ങൾ ഇതിന് കണക്കെഴുതുന്നു. ഉടമസ്ഥൻ കൊണ്ട് 10,000 rupees തന്നു എന്ന് ഞാൻ പറഞ്ഞു. തരുമ്പോ
നമ്മൾ പറയും ബിസിനസ് വേറെ ഉടമ വേറെ എന്ന് നമ്മൾ പറയും. ആര് വേറെ? ബിസിനസ് വേറെ ഉടമ വേറെ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ. ബിസിനസ്സിലേക്ക് ഈ പറഞ്ഞ ഉടമ കൊണ്ട് പൈസ തരുമ്പോൾ നമ്മൾ പറയും ഈ ഉടമയുടെ നമ്മൾ പൈസ മേടിച്ചു വെച്ചിരിക്കുകയാണ്, ഈ പൈസ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ആർക്ക് തിരിച്ചു കൊടുക്കണം? ഈ ഉടമയ്ക്ക് തിരിച്ചു കൊടുക്കണം. സത്യത്തെ അയാളുടെ വകയാണെങ്കിൽ പോലും നമ്മൾ കണക്കെഴുതുമ്പോ അയാളുടെ വീട്ടിലെ കണക്കും ഇവിടത്തെ കണക്കും കൂടെ നമ്മൾ എന്ത് ചെയ്യാറില്ല? മിങ്കിൾ ചെയ്യാറില്ല, അത് നമ്മൾ കൂട്ടിക്കുഴയ്ക്കാറില്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ബിസിനസിന്റെ കണക്ക് വേറെ അയാളുടെ ഉടമയുടെ കണക്ക് വേറെ, രണ്ടും രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ് നമ്മൾ പറയും. സെപ്പറേറ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള എൻറ്റിറ്റികളാണ്, വ്യത്യസ്തമായിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ് നമ്മൾ പറയാറുണ്ട്. രണ്ടും രണ്ടാണ്. എങ്ങനെ നമുക്ക് അക്കൗണ്ട്സ് എഴുതാൻ പറ്റും? വേറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിൽ നമുക്കൊരു കണക്ക് എഴുതണമെങ്കിൽ ആ പറയുന്ന ബിസിനസ് എടുക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് മണിയിൽ മെഷർ ചെയ്യാൻ പറ്റണം, പണത്തിൽ പറയാൻ പറ്റണം. ഇത്ര രൂപ ഇത്ര പൈസ എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത ഒരു കാര്യവും നമ്മൾ എന്ത് ചെയ്യില്ല? ഈ പറഞ്ഞ അക്കൗണ്ടൻസി നമ്മൾ എഴുതുകയില്ല. രണ്ടാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടതാണ്. ഉദാഹരണത്തിന് ഞാൻ പറയാം, ബിസിനസ്സിൽ നമ്മളൊരു 10 രൂപ കൊടുത്ത് എന്ത് മേടിച്ചു? പേപ്പർ മേടിച്ചു. നമ്മൾ കണക്ക് എഴുതി വെക്കും. 10 രൂപയുടെ പേപ്പർ. അതേ സമയം നമ്മുടെ ബിസിനസ്സിന് ഒരു നല്ലൊരു മാനേജർ ഉണ്ട്, അപ്പുറത്തെ ബിസിനസ്സിന് മാനേജർ ഉണ്ട്. രണ്ടുപേരും 10 കോടി രൂപ വെച്ച് ബിസിനസ് തുടങ്ങിയവരാണ്. പക്ഷെ നമ്മുടെ ബിസിനസ്സിനകത്ത് 10 കോടി രൂപ വെച്ച് തുടങ്ങിയപ്പോൾ ഓരോ വർഷവും 5 കോടി രൂപ ലാഭം കിട്ടുന്നു, അപ്പുറത്ത് 1 കോടി രൂപയെ ലാഭം കിട്ടുന്നുള്ളൂ. എന്തുകൊണ്ട്? ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയാണെങ്കിലും നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന ലാഭം ആ സ്ഥാപനത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? അപ്പൊ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ മാനേജറുടെ എബിലിറ്റിയാണ്, നമ്മുടെ മാനേജറുടെ കഴിവാണത്. പക്ഷെ ആ കഴിവ് എത്ര രൂപ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ പറയാൻ പറ്റാത്തതുകൊണ്ട് ആ കാര്യം നമ്മൾ എന്ത് ചെയ്യില്ല? കണക്കിൽ കാണിക്കില്ല എന്നാണ് പറഞ്ഞത്. കാരണം അയാളുടെ എബിലിറ്റിയെ നമുക്ക് മണിയിൽ മെഷർ ചെയ്യാൻ പറ്റില്ല. അതാണ് സയൻസ്. മണിയിൽ മെഷർ ചെയ്യാൻ പറ്റുന്നത് മാത്രമേ നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യൂ. പണത്തിൽ പറയാൻ പറ്റാത്ത ഒന്നും നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പാടില്ല. ക്ലിയർ ആണ്? അപ്പൊ മണിയിൽ മെഷർ ചെയ്യാൻ പറ്റണം. ഇത്ര രൂപ ഇത്ര പൈസ എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റണം. വേറെ ഉദാഹരണം പറയാം. 1 രൂപ കൊടുത്ത് മുട്ടുസൂചി അല്ലെങ്കിൽ കുറച്ച് മുട്ടുസൂചി മേടിച്ചപ്പോൾ ഞാൻ കണക്കെഴുതി. പെട്ടെന്ന് നമ്മുടെ അവിടെ ഒരു സമരം ഉണ്ടായി. സ്ഥാപനം പൊളിഞ്ഞുപോയി. ചോദ്യം, എത്ര രൂപയുടെ സമരം നടന്നു? നമുക്ക് പറയാൻ പറ്റൂല. ഇത്ര രൂപയുടെ സമരം നടന്നു എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട്, സമരത്തിന്റെ വില നമുക്ക് മണിയിൽ മെഷർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അത് റെക്കോർഡ് ചെയ്യില്ല. ഇങ്ങനെ കുറെ കോൺസെപ്റ്റുകളും കൺവെൻഷൻസിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബുക്ക് കീപ്പിംഗ് അഥവാ അക്കൗണ്ടൻസി നമ്മൾ എഴുതുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല, എങ്കിൽ നമുക്ക് എഴുതാൻ പറ്റൂല. ഇനി കുറെ കാര്യങ്ങളുണ്ട്. ഏതൊരു ബിസിനസ് നടക്കുന്ന കാര്യങ്ങളും നമുക്ക് 2 കാര്യങ്ങൾ എഴുതണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് പുറകെ പറയാം. അപ്പൊ തൽക്കാലം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടുമാണ്, ഒരു സയൻസുമാണ്. ബുക്ക് കീപ്പിംഗ് കലയാണ്, ഒരു ശാസ്ത്രമാണ്. ബേസിക് ആയിട്ട് ചില കാര്യങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കണം. നോളജ് വേണം, അക്കൗണ്ട്സിനെ പറ്റിയുള്ള അറിവ് വേണം, അത് പ്രകടിപ്പിക്കാനുള്ള സ്കില്ല് വേണം. ഇത് രണ്ടും വേണം. ഈ സ്കില്ലും അല്ലെങ്കിൽ ആ കലാപരമായിട്ടും ശാസ്ത്രീയമായിട്ടും ഈ അറിവും അതുപോലെ തന്നെ അത് ഉപയോഗിച്ച് നമ്മൾ കണക്കെഴുതുമ്പോൾ ശാസ്ത്രീയമായിട്ട് തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ എഴുതി സൂക്ഷിക്കുമ്പോൾ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഒരു സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. ബിസിനസ് നടക്കുന്ന ട്രാൻസാക്ഷൻ, ബിസിനസ്സിൽ നമ്മൾ ഇരിക്കുമ്പോൾ അവിടെ നടക്കുന്ന എല്ലാം ട്രാൻസാക്ഷൻ ആണ്. എന്താണ് ട്രാൻസാക്ഷൻ? എന്താണ് ഇടപാട്? മലയാളത്തിൽ പറഞ്ഞാൽ ഇടപാട് എന്നാൽ എന്താ? നമുക്കറിയാം, ബിസിനസ്സിൽ ധാരാളം ഈവന്റ്സ് നടക്കാറുണ്ട്, ധാരാളം സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരുപാട് സംഭവങ്ങൾ ഒരു ബിസിനസ് ദിവസവും നടക്കും. ബിസിനസ്സിൽ ഒരുപാട് ഈവന്റ്സ് നടക്കും.
ചിലപ്പോൾ ഒരു അടി നടന്നെന്ന് വരും, ചിലപ്പോൾ അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചെന്ന് വരും, സാധനങ്ങൾ വിറ്റു എന്ന് പറയും, ശമ്പളം കൊടുക്കും, വാടക കൊടുക്കും, അതുപോലെ തന്നെ എന്താണ് നമുക്കിവിടെ കമ്മീഷൻ ചിലപ്പോൾ കിട്ടിയെന്ന് പറയും, അതുപോലെ തന്നെ ചിലപ്പോൾ യാത്ര ചെലവ് കൊടുത്തെന്ന് പറയും. ഇങ്ങനെ ഒരുപാട് ഈവൻറ്റ്സ്, ഒരുപാട് സംഭവങ്ങൾ അവിടെ ഒരു ദിവസം നടക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞതിനകത്ത് തന്നെ ആ ഈവൻസിനകത്ത് തന്നെ എക്കണോമിക് ഈവൻസ് ഉണ്ട്, സാമ്പത്തികമായി പറയാൻ പറ്റുന്ന ഈവൻസ് ഉണ്ട്. അടി കൂടും എന്ന് പറഞ്ഞതിനകത്ത് എനിക്ക് പൈസ പറയാം, ഇത്ര രൂപയുടെ അടി അവൻ അങ്ങോട്ട് കൊടുത്ത് ഇത്ര രൂപയുടെ അടി തിരിച്ചു കിട്ടിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറയും, എന്താ പറയും, നമുക്ക് മണിയിൽ പറയാൻ പറ്റുന്നത് മാത്രമേ പറയൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എക്കണോമിക് ആയിട്ടുള്ള ഈവൻസ് അല്ല, സാമ്പത്തികമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഈവൻസ് അല്ല, എക്കണോമിക് ഈവൻസ് അല്ല, സാമ്പത്തികമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഈവൻസ് അല്ല. ആ ഈവൻസിനകത്തുണ്ടാവുന്ന കാര്യങ്ങൾ ആ എക്കണോമിക് ഈവൻസിനകത്ത് സംഭവിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്, സാധനങ്ങളുടെ കൈമാറ്റം. അത് പർച്ചേസ് ചെയ്യുന്നതാവാം, വാങ്ങുന്നതാവാം, വിൽക്കുന്നതാവാം, പർച്ചേസിങ് ആവാം, സെല്ലിംഗ് ആവാം. പിന്നെ പറയുന്നത് എക്സ്ചേഞ്ച് ഓഫ് മണി, ട്രാൻസാക്ഷൻ ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എക്കണോമിക് ഈവൻസിനകത്തുണ്ടാവുന്ന വ്യത്യാസങ്ങളാണ്. ഏതൊക്കെ ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസിങ് വരാം, സെല്ലിംഗ് വരാം, എക്സ്ചേഞ്ച് ഇൻ വാല്യൂ വരാം. ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് തൽക്കാലം പറയാം. ഈ മൂന്ന് എക്കണോമിക് ഈവൻ, ഈ മൂന്ന് കാര്യങ്ങൾ, ഇതാണ് എക്കണോമിക് ഈവൻസ് എന്ന് പറയുന്നത് തൽക്കാലം. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ, സാധനങ്ങൾ വാങ്ങിക്കുന്നു, സാധനങ്ങൾ വിൽക്കുന്നു, ധനപരമായ കൈമാറ്റം. എന്താണ് ഈ ധനപരമായ കൈമാറ്റം? ശമ്പളം എണ്ണി കൊടുക്കുക, അയാളെ ജോലി ചെയ്തിട്ട് ശമ്പളം എണ്ണി കൊടുക്കുക, നമ്മളെ സ്ഥലം എടുത്തിട്ട് അതിന്റെ വാടക കൊടുക്കുക, ഒരാൾ നമ്മൾ ബസ്സിൽ പോകുമ്പോൾ ആ ബസ്സിൽ ആ സൗകര്യം ഉപയോഗിച്ചിട്ട് യാത്രാ ചെലവ് കൊടുക്കുക, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് നമ്മൾ കത്തയച്ചിട്ട് ആ കത്ത് അവിടെ നിന്ന് അവിടെ വരെ കൊണ്ടുപോകുക, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സ്ഥലം വരെ കൊണ്ടുപോകുന്നതിനുള്ള പൈസയായിട്ട് പോസ്റ്റേജ് കൊടുക്കുക, ഫോൺ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ പൈസ ടെലിഫോൺ ചാർജ് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ പറയുന്ന സേവനങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ട് അതിന് പൈസ കൊടുക്കും. അതാണ് എക്സ്ചേഞ്ചിന്റെ വാല്യൂ എന്ന് പറയുന്നത്. നമുക്ക് തൽക്കാലം ഇങ്ങനെ പറയാം. ഈ മൂന്ന് കാര്യങ്ങളെ ഞാൻ എന്ത് വിളിക്കുന്നു? ഈ മൂന്ന് കാര്യങ്ങളെ എന്ത് വിളിക്കും? ഞാൻ ട്രാൻസാക്ഷൻ എന്ന് പറയും. അപ്പോ ഒരു ബിസിനസ് നടക്കുന്ന ഇടപാടുകൾ, ഒരു ബിസിനസ് നടക്കുന്ന ട്രാൻസാക്ഷൻസിനെ അടുക്കും ചിട്ടയോടും കൂടി, സിസ്റ്റമാറ്റിക് ആയിട്ട്, ക്രമപരമായിട്ട്, അല്ലെങ്കിൽ അടുക്കും ചിട്ടയോടും കൂടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു സെറ്റ് ഓഫ് ബുക്സിന്, ഒരു കൂട്ടം പുസ്തകങ്ങൾ നമ്മൾ എഴുതി സൂക്ഷിച്ചാൽ അതിനെ ഞാൻ ബുക്ക് കീപ്പിംഗ് എന്ന് വിളിക്കും. അപ്പൊ എന്താണ് ബുക്ക് കീപ്പിംഗ്? ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും പറഞ്ഞോട്, ആർട്ടാണ്, സയൻസ് ആണ്. ആർട്ട് ആൻഡ് സയൻസ് ഓഫ് കീപ്പിംഗ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റെക്കോർഡാണ്. എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. എവിടെ? ഇൻ എ സെറ്റ് ഓഫ് ബുക്സ്. ഒരു കൂട്ടം പുസ്തകങ്ങളില്, ആ കൂട്ടം പുസ്തകത്തെ പറ്റി നമുക്ക് സംസാരിക്കാം. നമ്മുടെ കൈവശമുള്ള പുസ്തകത്തിനകത്ത് അടുക്കും ചിട്ടയോടും കൂടി ആദ്യം നടന്നത് ആദ്യം, പിന്നെ നടക്കുന്ന പിന്നീട്, ഇങ്ങനെ നമ്മൾ എഴുതി അതിനാവശ്യമായിട്ടുള്ള മറ്റു പുസ്തകങ്ങൾ എഴുതി ഏറ്റവും അവസാനം എന്ത് ചെയ്യുക? നഷ്ടം എത്ര, ലാഭം എത്ര എന്ന് കണ്ടുപിടിക്കുക, അവിടെ എത്ര സ്വത്തുണ്ട്, ബാധ്യത ഉണ്ടെന്ന് പറയുക. ഇങ്ങനെ അടുക്കും ചിട്ടയോടും കൂടി നമ്മൾ എഴുതി സൂക്ഷിക്കുന്നതിനെ വിളിക്കുന്ന വാക്കാണെന്ന് പറയുന്നത് ബുക്ക് കീപ്പിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ഇതാണ് അക്കൗണ്ടൻസിയുടെ തുടക്കം. ഇതാണ് നമ്മുടെ അക്കൗണ്ടൻസിയുടെ തുടക്കം. ഇതിന്റെ കുറെ കൂടെ വൈഡർ സ്കോപ്പാണ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് എന്ന് പറയുന്നു. ഇതിന്റെ കുറെ കൂടെ വിശാലമായ രൂപത്തെ എന്ന് വിളിക്കും നമ്മൾ അക്കൗണ്ടിങ് അഥവാ അക്കൗണ്ടൻസി എന്ന് പറയും. അക്കൗണ്ടിങ് ഞാൻ പറഞ്ഞു ലാംഗ്വേജ് ബിസിനസ് ആണ്, നമ്മൾ പറയുന്നത് അക്കൗണ്ടൻസി എന്ന് പറയും. അപ്പൊ ബുക്ക് കീപ്പിംഗ് എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മളൊരു കടയിൽ ചെന്നിരുന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആ സ്ഥാപനത്തിൽ ഇരുന്ന് കണക്കെഴുതുമ്പോൾ വേണം കണക്കെഴുതാൻ. പണത്തിൽ പറയാത്തതൊന്നും നമ്മൾ എഴുതാറില്ല. ബിസിനസ്സിൽ നമ്മൾ ട്രാൻസാക്ഷൻ എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഇടപാടുകൾ നമ്മൾ എഴുതുമ്പോൾ, അത് വാങ്ങലാവാം, സാധനങ്ങൾ വാങ്ങിക്കുന്നതാവാം, സാധനങ്ങൾ വിൽക്കുന്നതാവാം, എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്, എക്സ്ചേഞ്ച് എന്താണ് സർവീസ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പണപരമായിട്ടുള്ള ധനപരമായിട്ടുള്ള കൈമാറ്റങ്ങളാവാം. ഈ മൂന്ന് കാര്യങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? നമ്മൾ ഈ പറഞ്ഞേക്കുന്ന ട്രാൻസാക്ഷൻ. ക്ലിയർ ആണ്? അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുന്ന വാക്കാണെന്ന് പറയുന്നത് ബുക്ക് കീപ്പിംഗ്.
ഇതാണ് തുടക്കത്തിലുണ്ടായിരുന്നത്. ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്, ഒരു സയൻസ് ആണ്. കീപ്പിംഗ് സിസ്റ്റമാറ്റിക് റെക്കോർഡാണ്. ബിസിനസ് ഇറങ്ങുന്ന ട്രാൻസാക്ഷൻസ് ആണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് എവിടെയാണ് നമ്മൾ സൂക്ഷിക്കുന്നത്? പിന്നെ സെറ്റ് ബുക്സിലാണ് നമ്മൾ ചെയ്യുന്നത്, സൂക്ഷിക്കുന്നത്. ഞാൻ പിന്നെ പറഞ്ഞു അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഈ ബിസിനസിന്റെ ഭാഷയാണെന്ന് ഞാൻ പറഞ്ഞു. അക്കൗണ്ടൻസിയുടെ പിതാവ് ആരാണെന്ന് ഞാൻ പറഞ്ഞു. അക്കൗണ്ടൻസിയുടെ പിതാവ് എന്ന് പറയുന്നത് ലൂക്കോ പാസ്യൂളിയാണ്. ഇയാൾ ഏത് രാജ്യക്കാരനാണ്? ഇറ്റലിക്കാരനാണ്. ഇയാൾ എന്നാണ് ഒരു ട്രീറ്റീസ് എഴുതിയത്, ഒരു പ്രബന്ധം എഴുതിയതാണ്? 1494 1897 അല്ല. അതിന് പ്രബന്ധത്തിന്റെ പേരെന്താണ്? ഡി കോംപുറ്റീസ് സ്ക്രിപ്റ്ററീസ്. മലയാള വാക്കല്ല, അത് ഇറ്റാലിയൻ വേർഡാണ്. അതുകൊണ്ട് അതിനെങ്ങനെയാണ് പറയുക? ഡി കോംപുറ്റീസ് സ്ക്രിപ്റ്ററീസ് എന്നാണ് അതിന്റെ പേര്. ഇന്ത്യക്കാർ അവരുടെ അഭിമാനം ഉയർത്താൻ വേണ്ടി പറയുന്ന വാക്ക് എന്തായിരുന്നു? നമ്മൾ പറയുന്നത് അർത്ഥശാസ്ത്രം എന്നൊക്കെ പുസ്തകമാണ് എടുത്ത് കാണിക്കാറുള്ളത്. അതിനകത്ത് ചാണക്യൻ അല്ലെങ്കിൽ അഥവാ കൗടില്യൻ എന്ന് പറയുന്ന ആള് കൃത്യമായിട്ട് നമ്മുടെ ബിസിനസ്സിനകത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതി സൂക്ഷിക്കേണ്ട ആവശ്യകതയെ പറ്റി മാത്രമേ പറഞ്ഞു. അല്ലാതെ അയാൾ ഒരു എന്ത് ചെയ്തിട്ടില്ല? ലൂക്കോ പാസ്യൂളി പറഞ്ഞതുപോലെ ഒരു അക്കൗണ്ടിംഗ് ഇക്വേഷൻ പ്രൂവ് ചെയ്തിട്ടില്ല. അക്കൗണ്ടൻസി ഒരു ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചിട്ടില്ല. എന്താണ് അക്കൗണ്ടൻസിയുടെ അക്കൗണ്ടിംഗ് ഇക്വേഷൻ? അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഒരു ബിസിനസ് എത്ര ഇടപാട് നടന്നു പോയാലും ശരി, ഓരോ ഇടപാടിന് ശേഷവും നമ്മൾ നോക്കുമ്പോൾ അത് ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യും? സാധൂകരിക്കും. അസറ്റ് എന്ന് പറഞ്ഞാൽ ആ ബിസിനസിനകത്തുള്ള എന്താണ്? പ്രോപ്പർട്ടീസ് ആണ്, അല്ലെങ്കിൽ തിങ്സ് ഓഫ് വാല്യൂ ആണ്. ആ തിങ്സ് ഓഫ് വാല്യൂ വിലയുള്ള വസ്തുക്കളാണ്. ഇപ്പൊ ഞാൻ തന്നെ പറയാണ്, റോഡിൽ പോകുമ്പോൾ ഒരു KSRTC ബസ് പോകുന്നു, അതിന്റെ വസ്തു അതിന് വിലയുണ്ട്. പക്ഷേ എന്തല്ല, അത് ബിസിനസ് സ്വന്തമായിട്ടുണ്ടായിരിക്കണം. എന്റെ അസറ്റ് എന്ന് പറയണമെങ്കിൽ അത് എന്റെ ബിസിനസ് സ്വന്തമായിരിക്കണം. അതാണ് പ്രത്യേകത. അതെങ്കിലും ഞാൻ അതിന്റെ അസറ്റ് എന്ന് വിളിക്കും, എന്റെ അസറ്റ് എന്ന് വിളിക്കോളൂ. എന്റെ സ്ഥാപനത്തിന്റെ അസറ്റ് എന്ന് ഞാൻ പറയണമെങ്കിൽ അതിന് വാല്യൂ ഉണ്ടായിരുന്നാൽ മാത്രം പോരാ. കുറെ റോഡുണ്ട്, കുറെ പോസ്റ്റുകളുണ്ട്, അതൊക്കെ ഞാൻ എന്താ പറയില്ല, അത് എന്റെ സ്വത്ത് എന്ന് പറയില്ലേ. എന്റെ സ്വത്ത് എന്ന് പറയണമെങ്കിൽ അത് പ്രോപ്പർട്ടി ആയിരുന്ന മാത്രം പോലെ എന്തുകൊണ്ടായിരിക്കണം? അത് ആ തിങ്സ് അല്ലെ ആ വസ്തുക്കൾ ഓൺഡ് ബൈ ദ ബിസിനസ്, ആ ബിസിനസ് സ്വന്തമായിട്ടുള്ളതായിരിക്കണം, ബിസിനസിന്റെ വകയായിരിക്കണം. അതുപോലെ ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഡെക്സ് ആണ്, കടങ്ങളാണ്. ഡെക്സ് എന്ന് പറഞ്ഞാൽ കടങ്ങൾ, അല്ലെങ്കിൽ എമൗണ്ട് ഓൺഡ് ബൈ ദ ബിസിനസ്. ഓൺ ചെയ്യുക, സ്വന്തമായിട്ടുണ്ടായിരിക്കുക, ഓവ് ചെയ്യുക, കടപ്പെട്ടിരിക്കുക. നമ്മുടെ ബിസിനസ് കടപ്പെട്ടിരിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ എമൗണ്ട് ആണെന്ന് പറയുന്നത് ലയബിലിറ്റീസ് അല്ലെങ്കിൽ ബാധ്യതകൾ എന്ന് നമ്മൾ പറയും. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ആ എമൗണ്ട് എന്ന് പറയുന്നത് ആര് ഇൻവെസ്റ്റ് ചെയ്തതാണ്? എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ അല്ലെങ്കിൽ പ്രൊപ്പറേറ്റർ, ഈ ബിസിനസിന്റെ ഉടമസ്ഥൻ കൊണ്ടുവന്നതാണ്. ഇതിനോട് ചേർത്ത് നമുക്ക് പറയാം ഇക്വിറ്റീസ് എന്ന് പറയാറുണ്ട്. ഇക്വിറ്റി അല്ലെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ എന്തായിക്കോട്ടെ, നമുക്ക് ഇതിനോട് അസറ്റ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റീസ് എന്ന് പറയാം. ആ ഇക്വിറ്റീസ് വേണമെങ്കിൽ ഒന്നുകൂടെ വിശദമായിട്ട് എന്ത് പറയാം? ഇക്വിറ്റീസ്. അതിന് വേണമെങ്കിൽ ഒന്നുകൂടെ വിശദമായിട്ട് നമുക്ക് എന്ത് പറയാം? ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് നമുക്ക് പറയാം. പിന്നെ ഞാൻ പറഞ്ഞത് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടൻസിയുടെ തുടക്കം. നമ്മുടെ വിദ്യാഭ്യാസത്തിലെ തുടക്കം എന്ന് പറയുന്നത് LKG UKG എന്ന് പറയുന്ന പോലെ അക്കൗണ്ടൻസിയുടെ തുടക്കം എന്ന് പറയുന്നത് ബുക്ക് കീപ്പിംഗ് ആയിരുന്നു. അതിൽ നിന്നാണ് പിന്നെ ഓരോന്നോരോന്നായി എന്ത് ചെയ്തത്? വികസിച്ച് അതിന്റെ സ്കോപ്പ് വലുതായി അക്കൗണ്ടൻസിയിലേക്ക് വന്നത്. അപ്പൊ ഞാൻ പറയുന്നു, എന്താണ് ഇവിടെ പറഞ്ഞത്? ഈ പറഞ്ഞിരിക്കുന്നത് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ആർട്ടാണ്. ആർട്ട് എന്ന് പറയുമ്പോൾ അതൊരു കലയാണ്. സ്കില്ലും വേണം, നോളജും വേണം, എങ്ങനെ കലയെന്ന് വിളിക്കൂ. പിന്നെ സയൻസ് ആണ്. ബേസിക് ആയിട്ട് ചില കാര്യങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കണം, നമ്മൾ നിർബന്ധമായിട്ടും പറയാം. അല്ലാത്തൊന്നും നമ്മൾ ഇതിനകത്ത് എഴുതാറില്ല. അതുകൊണ്ടൊരു സയൻസ് ആണ്. ഓഫ് കീപ്പിംഗ് സിസ്റ്റമാറ്റിക് റെക്കോർഡ്. ഏതിന്റെ സിസ്റ്റമാറ്റിക് റെക്കോർഡ്? ബിസിനസ് ട്രാൻസാക്ഷന്റെ സിസ്റ്റമാറ്റിക് റെക്കോർഡാണ്. ബിസിനസ് നടക്കുന്ന ഇടപാടുകൾ. ഏതൊക്കെയാണ് ഇടപാടുകൾ? പർച്ചേസ് ചെയ്യുക, സെയിൽസ് നടത്തുക, പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മള് എക്സ്ചേഞ്ച് ഇൻ വാല്യൂ, ധനപരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക. ശമ്പളം കൊടുക്കുക, കമ്മീഷൻ കൊടുക്കുക. നമ്മുടെ ചിലപ്പോൾ കമ്മീഷൻ ഇങ്ങോട്ട് കിട്ടും, അപ്പോൾ വാങ്ങുകയും കൊടുക്കുകയും അവിടെ പണം വരുന്നു, പണം പോകുന്നു. ആ എക്സ്ചേഞ്ച് ഇൻ വാല്യൂ, ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് എന്ത് വിളിക്കാം? നമുക്ക് ട്രാൻസാക്ഷൻ വിളിക്കാം. അവിടെ ഞാൻ പറഞ്ഞു ട്രാൻസാക്ഷൻ പറയുമ്പോൾ ഈവൻസ്, അതൊക്കെ നമുക്ക് ഇപ്പൊ പറഞ്ഞാൽ കുറച്ചുകൂടി വിശദമാക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ പിന്നീട് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന അക്കൗണ്ടൻസിയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് പറയണമെങ്കിൽ എന്താണ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ അക്കൗണ്ടൻസി നമ്മൾ പറഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. അതാണ് ഇനി നമ്മൾ നോക്കാനുള്ളത്.
ചുരുക്കത്തിൽ മനസ്സിലായല്ലോ. നമുക്കിവിടെ കൂട്ടാവുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. ചില വരവുകളെല്ലാം അവിടെ കൂട്ടിയെടുക്കണം, ചില ചെലവെല്ലാം കൂടെ കൂട്ടിയെടുക്കണം. വരവും ചെലവും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ കൂട്ടാൻ പഠിച്ചിരിക്കണം, കുറയ്ക്കാൻ പഠിച്ചിരിക്കണം. അത് മാത്രം പഠിച്ചാൽ മതി. ഇനി ഇപ്പോൾ ഒരു വാങ്ങയ്ക്ക് 10 രൂപ വെച്ച് 10 വാങ്ങയ്ക്ക് 10 ഗുണം 10 100 എന്ന് കൃത്യമായിട്ട് കണക്കൂട്ടാൻ പഠിക്കണം. ചതുഷ്ക്രിയകൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കും. പിന്നെ ബിസിനസ്സിനകത്ത് ഇരുന്നാണ് കണക്ക് എഴുതുന്നത്. ഒരു ബോധം എപ്പോഴും വേണം. പരീക്ഷ കാലിരിക്കുക എന്നുള്ള തോന്നൽ വേണ്ട. നമ്മളിരിക്കുന്ന ബിസിനസ്സിലാണ്. അപ്പം അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതുകയാണ്. നമ്മളിത് എവിടേക്ക് എഴുതി സൂക്ഷിക്കും? ഇതൊക്കെ വളരെ വിശദമായിട്ട് പറയുന്ന ഒരു പേപ്പറാണ് അക്കൗണ്ടൻസി. എങ്ങനെയാണ് ഈ കണക്കുകൾ നമ്മൾ എഴുതി കൃത്യമായിട്ട് എഴുതി ആ സ്ഥാപനത്തിൽ ലാഭം എങ്ങനെ കണ്ടുപിടിക്കും, എങ്ങനെ നഷ്ടം കണ്ടുപിടിക്കും, അല്ലെങ്കിൽ എത്ര സ്വത്തുണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന രീതിയാണ് എന്ന് പറയുന്നത് അക്കൗണ്ടൻസി എന്ന് പറയും. എന്നിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ആവശ്യമുള്ള ആൾക്കാർക്ക് നമ്മൾ കൊടുക്കും. ആർക്കൊക്കെയാണ് ആവശ്യം? ഞാൻ പറഞ്ഞു, അതിനകത്തുള്ള യൂസേഴ്സ് ഉണ്ട്, യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, വെളിയിലുള്ള ആൾക്കാർക്ക് ഇതിന്റെ ആവശ്യമുണ്ട്. റിസർച്ച് നടത്തുന്നവർക്ക് വേണം, ഗവൺമെന്റിന് വേണം, ടാക്സ് അതോറിറ്റീസിന് വേണം, അതുപോലെ എന്താണ് ബാങ്കുകൾക്ക് വേണം. അപ്പൊ ഇങ്ങനെ ഒരുപാട് പേർക്ക് ഇതിന്റെ ആവശ്യമുണ്ട്. അവർക്കെല്ലാം നമ്മളിത് പ്രൊവൈഡ് ചെയ്യും. അതിനാണ് ഈ കണക്കുകളെല്ലാം ഉണ്ടാക്കിയെടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കണം. ഓക്കെ ആണല്ലോ? ശരി.